നമ്മളൊക്കെ സുഖിച്ച് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുന്നതിന് ഒരു പരിധിവരെ പോലീസുകാരുടെ റോന്തൊക്കെയാണ്. പിടിച്ചിരുത്തുന്ന എലമെൻറ്റ്സ് ഒന്നുമില്ല, അങ്ങനെ സീറ്റ് എഡ്ജ് ത്രില്ലറൊന്നും പറയാൻ പറ്റില്ല. ഫസ്റ്റ് ഹാഫൊക്കെ നല്ല ഗ്രിപ്പിംഗ് ആണ്. സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ്സ് ആവാം. എന്നാലും നല്ല ഷാഹിദ് കബീർ ഹീ ഡസ് വാട്ട് ഹീ ഡസ്. നായാട്ട് പോലെ തന്നെ വല്ലാത്തൊരു എൻഡിങ് ആണ്. നല്ല പടം. സൂപ്പർ ഫിലിം. പോലീസിൻ്റെ പക്ക കിട്ടില്ലം ത്രില്ലർ സിനിമയാണ്. പൊളി സിനിമ, അഭിനയം എല്ലാം പക്ക പൊളി. ദിലീഷ് പോത്തനൊക്കെ പൊളിയാണ്, സൂപ്പറായിട്ടുണ്ട്. നായാട്ട് പോലെ തന്നെ ഒരു വല്ലാത്തൊരു എൻഡിങ് ആണ്. നല്ല പടം. പടം നല്ലൊരു പടമാണ്. സാധാരണ ഒരു കൊമേഴ്സ്യൽ സിനിമയുടെ ആ ഒരു എൻ്റർടൈൻമെൻറ്റ് രീതിയിലല്ലേ ഇതൊരു പനോരമ സിനിമയുടെയൊക്കെ ഒരു ആർട്ട് ഫിലിമിൻ്റെയൊക്കെ ഒരു സ്റ്റാൻഡേർഡാണ്. പിന്നെ പക്ക റിയലിസ്റ്റിക്കാണ്. പിന്നെ വേറൊരു കാര്യം, ഈ സിനിമ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മൾ ഈ റോന്ത് ചുറ്റുന്ന പെട്രോളിംഗ് നടത്തുന്ന പോലീസുകാരെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് ഐഡിയ ഇല്ല. നമ്മളൊക്കെ സുഖിച്ച് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുന്നതിന് ഒരു പരിധിവരെ ഈ പോലീസുകാരുടെ റോന്തൊക്കെയാണ്. അപ്പോൾ ഈ പോലീസുകാർ റോന്ത് ചുറ്റുമ്പോൾ കാണുന്ന ജീവിതാനുഭവങ്ങൾ, അതിൻ്റെ പക്ക പച്ചയായ യാഥാർത്ഥ്യം ഈ സിനിമയിലൂടെ കാണാം. പിന്നെ പല നിയമക്കുരുക്കുകളും റോഷൻ മാത്യുവും ദിലീഷ് പോത്തനൊക്കെ ജെന്യൂനായിട്ട് വളരെ സ്വാഭാവികമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഉഗ്രം പടമാണ് സത്യം പറഞ്ഞത്. അടിപൊളി പടം. നല്ലൊരു പോലീസ് സ്റ്റോറിയാണ്. ഒരു പോലീസ്, നമ്മളൊരു പോലീസിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് നിന്ന് ചിന്തിക്കൂലേ, ആ ഒരു നമുക്കൊരു ഫീൽ കിട്ടും. നമ്മളൊരു പോലീസ് ആയതുപോലെ ഒരു ഇത് തോന്നും. ആൻഡ് പെർഫോമൻസ് വൈസ് ആൻഡ് സ്ക്രിപ്റ്റ് വൈസ് ആണ് സൂപ്പർ എന്ന് വെച്ചാൽ അടിപൊളി. റൗണ്ട് കൊള്ളാം. ഷാഹിദ് കബീർ ഡസ് ഇറ്റ് അഗെയിൻ. പുള്ളി സ്ഥിരം ചെയ്യുന്ന പോലെ ഒരു നൈസ് ഗ്രിപ്പിംഗ് പോലീസ് സ്റ്റോറിയാണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫൊക്കെ നല്ല ഗ്രിപ്പിംഗ് ആണ്. സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ്സ് ആവാം. എന്നാലും നല്ല ഷാഹിദ് കബീർ ഹീ ഡസ് വാട്ട് ഹീ ഡസ്. ഷാഹിദ് കബീറിൻ്റെ വേറൊരു തരം പോലീസ് സ്റ്റോറി നല്ല സിനിമ എന്ന് പറയുമ്പോൾ മേക്കിംഗ് വൈസും അതിൻ്റെ സിനിമയുടെ ഒരു സ്ക്രിപ്റ്റ് കൊണ്ടും പിന്നെ റോഷൻ്റെയും ദിലീഷ് പോത്തൻ്റെ അവർ രണ്ടുപേരുടെയും പെർഫോമൻസ് എടുത്തു പറയണം. അവർ രണ്ടുപേരാണ് ഈ 2 മണിക്കൂർ സിനിമയിൽ 1.25 മണിക്കൂർ നമ്മൾ ആ സ്ക്രീനിൽ കാണുന്നവരെയാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നല്ല സിനിമയാണ്. അല്ലാതെ നമുക്ക് വേറെ പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ അങ്ങനെ വെച്ച് പ്രത്യേകിച്ച് എടുത്തു പറയാൻ മാത്രമല്ല, പക്ഷേ നല്ലൊരു മൂവി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ സ്ലോ പേസിലാണ് പോകുന്നത്. നമുക്ക് നമ്മളെ പിടിച്ചിരുത്തുന്ന എലമെൻറ്റ്സ് ഒന്നുമില്ല, അങ്ങനെ സീറ്റ് എഡ്ജ് ത്രില്ലറൊന്നും പറയാൻ പറ്റില്ല. ഒരു രാത്രിയുടെ കഥയാണ്. പിന്നെ രാത്രി നൈറ്റ് പെട്രോളിന് പോകുന്ന ഒരു പോലീസുകാർക്ക് വരുന്ന കോളുകളും അവർ അറ്റൻഡ് ചെയ്യുന്ന പല കേസുകളും അതാണ് ഈ സിനിമയിൽ കാണിച്ചേക്കുന്നത്. അത് പക്ഷേ ഭംഗിയായിട്ട് അവർ ഇതിൻ്റെ തിരക്കഥാകൃത്ത് നേരത്തെ ഉള്ള സിനിമയിൽ ചെയ്തിട്ടുള്ളത് അതുപോലെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ പറയാൻ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു സിനിമ.